السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നന്മ അതിൽ ഭാഗവാക്കാവുക, അത് ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നന്മകൾ ലഭ്യമാകുന്ന വേദികളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ആവേശത്തോടുകൂടിയാണ്, ഈ സദുദ്ദേശപൂർവമാണ് ഞാനും നിങ്ങളും എല്ലാവരും ഇപ്പോൾ ഈ വേദിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദി വിട്ടു പിരിയുന്നതിന്റെ മുമ്പ് തന്നെ എന്തു തന്നെ പാപങ്ങൾ സംഭവിച്ചവരാണ് നമ്മളെങ്കിലും ഈ മഹത്തായ പാപമോചനത്തിന്റെ നാളുകളിൽ അല്ലാഹു നമുക്ക് പാപമോചനം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ വിശക്കുകയും ദാഹിക്കുകയും ക്ഷീണം സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ആ ദാഹവും വിശപ്പും ക്ഷീണവുമൊന്നും വകവെക്കാതെ അല്ലാഹുവിന്റെ ദീന് വികലമാക്കുന്ന കക്ഷികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ബദർ ചരിത്രത്തിന്റെ ഓർമ്മകൾ എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലേക്ക് കടന്നുവരുന്ന മഹനീയമായ സന്ദർഭമാണിത്. ചരിത്രത്തിൽ ഇതുപോലൊരു റമളാൻ 17 മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും 319ഓളം വരുന്ന സഹാബികളുമടങ്ങുന്ന ബദരീങ്ങളുടെ ബദർ സൈന്യം ബദർ യുദ്ധത്തിന് വേണ്ടി ബദർ പോർക്കളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറുപക്ഷത്തുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ആദർശ ശത്രുക്കളായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 1000ഓളം വരുന്ന സൈന്യങ്ങളാണ്. നാം അറിയണം, ആ സംഘട്ടനത്തിൽ അർഹമുർറാഹിമീനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം കിട്ടിയ ബദരീങ്ങൾ ലോകത്ത് ആദരവോടുകൂടി ഓർക്കപ്പെടുകയാണ്. ആ ബദരീങ്ങളുടെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളോട് പൊരുതി തോറ്റോടിയ അബൂജഹലിന്റെ പട്ടാളവും അവനും ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വെറുപ്പിന്റെ കഥാപാത്രങ്ങളാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഒരു കൂട്ടർ നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയപ്പോൾ മറ്റേ കൂട്ടരെ നാം വെറുപ്പോടുകൂടെ കാണേണ്ടി വരുന്നു? എന്തുകൊണ്ട്? വ്യക്തിപരമായ വിദ്വേഷങ്ങളായിരുന്നില്ല ബദറിലേക്ക് നയിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബിമാർക്കോ അബൂജഹൽ അടക്കമുള്ള ഒരാളോടും വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അവരിൽ വലിയ സമ്പന്നരുണ്ടായിരുന്നു, അരോഗദൃഢഗാത്രരായ മക്കളുള്ള വലിയ വലിയ പ്രമാണിമാരുണ്ടായിരുന്നു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്തിനോ മറുകക്ഷിയുടെ സമ്പത്തിന്റെ പേരിലോ അവർക്ക് മക്കളുണ്ടായതിന്റെ പേരിലോ സ്വാധീനമുണ്ടായതിന്റെ പേരിലോ സമ്പത്തുണ്ടായതിന്റെ പേരിലോ അസൂയയുണ്ടായിട്ടല്ല, വിഷമമുണ്ടായിട്ടില്ല, വെറുപ്പുണ്ടായിട്ടില്ല, വിദ്വേഷമുണ്ടായിട്ടില്ല.
പിന്നെ ബദർ എന്തിനു നടന്നു? പിന്നെ ബദറിൽ ചോരയും തമ്മിൽ എന്തിനേറ്റുമുട്ടി? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഞാനും നിങ്ങളും നമ്മുടെ നെഞ്ചിലേറ്റി നടക്കുന്ന 5 നേരത്തെ ബാങ്കൊലികളിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിലൂടെ, വൈവിധ്യമാർന്ന നമ്മുടെ ദുആ ദിക്റുകളിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന മഹനീയമായ തൗഹീദിന്റെ ആദർശം, ആ ആദർശത്തെ വളരാൻ അനുവദിക്കില്ല. അതിനെ പല്ലും നഖവും സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർത്തേ ഞങ്ങൾ അടങ്ങൂ എന്ന് കട്ടായം ചെയ്തുകൊണ്ട്, ശപഥം ചെയ്തുകൊണ്ട് പുന്നാര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദി പ്രബോധനങ്ങളെ അവരുടെ സമ്പത്തിന്റെ കയ്യൂക്കുകൊണ്ട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമെടുത്തതാണ്. പാവങ്ങളായ മുഹാജിറുകളായ ആളുകൾ മക്ക വിട്ട് മദീനയിലേക്ക് അഭയം തേടേണ്ടി വന്നത് സുഖവാസ കേന്ദ്രം തേടി വന്നതായിരുന്നില്ല. അവർ സമ്പന്നരായിരുന്ന സഹാബിമാര് മക്കയിൽ അവരുടെ സമ്പത്ത് വിട്ടുപോയി. വലിയ വലിയ കൃഷിത്തോട്ടങ്ങളും കാരക്കത്തോട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന സഹാബിമാർ, ഞങ്ങൾക്കതൊക്കെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾക്കതൊക്കെ അവഗണിക്കാവുന്നതേയുള്ളൂ എന്ന ദൃഢമായ തീരുമാനത്തോടുകൂടി സമ്പത്തും സൗകര്യങ്ങളും മക്കാരാജ്യത്തിൽ ശത്രുക്കൾ എന്തും വേണമെങ്കിൽ ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്തുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആ ആഹ്വാനം കേട്ടുകൊണ്ട് സഹാബിമാര് മദീനയിലേക്ക് വന്നത് ആരോടെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടായിരുന്നില്ല. ആദർശം സംരക്ഷിക്കപ്പെടണം, ആദർശം ഈ രാജ്യത്ത് നിലനിൽക്കണം, ആദർശത്തിൽ മായം കലർത്താൻ ഒരാളെയും അനുവദിക്കില്ല എന്ന ദൃഢമായ തീരുമാനത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മദീനയിൽ വന്നതാണ്. അങ്ങനെ മദീനയിൽ വന്ന മുസ്ലിമീങ്ങളുടെ ഒരുപാട് സമ്പത്ത് അബൂജഹലും അവന്റെ ആളുകളും കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മദീനയിലെങ്കിലും ഒരു സമാധാനപൂർണമായ ജീവിതത്തിന് ഇടം കൊടുക്കില്ല എന്നതായിരുന്നു ശത്രുക്കളുടെ തീരുമാനം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും ഇവരുടെ സമ്പത്തിന്റെയും മെയ്യൂക്കിന്റെയും കയ്യൂക്കിന്റെയും ആ വലിയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി വമ്പിച്ച ഒരു കച്ചവട സംഘത്തെ ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ് അബൂജഹിൽ ചെയ്തത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ വമ്പിച്ച കച്ചവട മുതലുകളുമായി കൊണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോയി. ആ കച്ചവടത്തിൽ വൻ ലാഭവുമായിട്ടാണ് അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നത്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ബദറിന്റെ സാഹചര്യമാ പറയുന്നത്. ആ കച്ചവട സംഘം മടങ്ങി വരുമ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടി. വമ്പിച്ച ലാഭവും കൊയ്തെടുത്തുകൊണ്ട് കച്ചവട സംഘം തിരിച്ചു വരികയാണ്. പാവങ്ങളായ സഹാബിമാരുടെ ധനം കൂടിയുണ്ടവരുടെ കയ്യിൽ. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഈ പണം ഇവിടെ ഇട്ടുകൊണ്ടല്ലാതെ നിനക്ക് പോകാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ പണം ഞങ്ങൾക്ക് പുല്ലാണ്, ആദർശമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പ്രഖ്യാപിച്ച ധീരരായ സഹാബത്ത് അവരുടെ പണം കൂടി മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോയപ്പോ അതും കൂടി ഈ അബൂജഹലിന്റെയും അവന്റെ അനുയായികളുടെയും കൈപ്പിടിയിൽ അമർന്നിരുന്നു. അതും വാരിക്കൂട്ടിയിട്ടാണ് അവർ കച്ചവടത്തിന് പോയിട്ടുള്ളത്. ആ കച്ചവട മുതലുമായിട്ട് വൻ ലാഭവുമായി തിരിച്ചു മക്കയിലെത്തിയാൽ ആ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അവിടുത്തെ ആദർശത്തെയും തകർക്കാൻ അവർ ഉപയോഗപ്പെടുത്തും എന്നതുകൊണ്ട് വഴിക്ക് വെച്ച് ആ കച്ചവട സംഘത്തെ തടയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ആ കച്ചവട സംഘത്തെ തടയലായിരുന്നു ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു യുദ്ധത്തിന് ആഹ്വാനം നൽകിയില്ല. അവിടുന്ന് പറഞ്ഞത്, ആയുധമുള്ളവർ ഉള്ള ആയുധം കൊണ്ട് പുറപ്പെടട്ടെ, ഇന്നൊരു ലക്ഷ്യത്തിനാണ് നമ്മൾ പോകുന്നത്, നമുക്ക് അല്ലാഹു വിജയം നൽകിയേക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘം ഈ കാര്യം മണത്തെറിഞ്ഞപ്പോൾ അവൻ സാധാരണ മക്കയിലേക്ക് മടങ്ങുന്ന വഴി മാറ്റിക്കൊണ്ട് മറ്റൊരു കുറുക്ക് വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ വിവരം മക്കയിലറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സൈന്യവും വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അബൂജഹൽ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ഒരു തിരിച്ചടിക്ക് നമ്മൾ പോകേണ്ട,
നമ്മളേതായാലും രക്ഷപ്പെട്ട് നമ്മുടെ സമ്പത്തുമായി രാജ്യത്തെത്തിയില്ലേ, അതുകൊണ്ട് ഇനി നേരിടാൻ നമ്മൾ പോകേണ്ടതില്ല, നമ്മൾ ബദറിലേക്ക് പുറപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരിയായ അഹങ്കാരിയായ അബൂജഹലിന് ആ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു. അവൻ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ബദറിലേക്ക് പുറപ്പെടണം, മുഹമ്മദിനെ വകവരുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരെ വകവരുത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. കട്ടായം പറഞ്ഞുകൊണ്ട് അബൂജഹിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. വമ്പിച്ച ഒരു പടയെയും കൊണ്ട്, 1000-ഓളം വരുന്ന സംഘത്തെയും കൊണ്ട് ഇറങ്ങുന്ന നേരത്ത് അതാ പരിശുദ്ധ കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് ആ കഅബയുടെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അബൂജഹിൽ ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നത് അബൂജഹിലാണ്, പ്രാർത്ഥിക്കുന്നത് കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചാണ്. ആ കഅബക്ക് സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹിൽ പ്രാർത്ഥിക്കുന്നത് ഇതാ, ഞങ്ങൾ പോരാട്ടത്തിന് പോകുന്നു, ഞങ്ങളിൽ ആരാണ് സത്യത്തിന്റെ കക്ഷി എന്ന് ഇറയോനെ നിനക്കറിയാം, നീ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിച്ചുകൊണ്ട് അസത്യത്തിന്റെ ആളുകളെ നീ പരാജയപ്പെടുത്തി അവരെ നിന്ദിക്കണമേ എന്ന് അബൂജഹിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചവനാണ് അബൂജഹിൽ. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനല്ല അബൂജഹിൽ. പടച്ചവനോടും പ്രാർത്ഥിക്കണം, പടപ്പുകളോടും പ്രാർത്ഥിക്കണം എന്ന വ്യത്യാസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവന്റെയും ആദർശത്തിന്റെ മുഖ്യവശങ്ങളിൽ ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അബൂജഹലും അവന്റെ അനുയായികളും അള്ളാഹുവിനോടും അവർ തേടുന്നു, ലാത്തയോടും തേടുന്നു, ഇബ്രാഹീമിനോടും ഇസ്മായിലിനെയും അവർ കാര്യസാധ്യത്തിന് സമീപിക്കുന്നു. അവർ പക്ഷേ ഈ സന്നിഗ്ധ ഘട്ടത്തിനൊരുങ്ങുന്ന നേരത്ത് അവരെല്ലാത്തിനെയും വിട്ട് അള്ളാനോടാ പറഞ്ഞത്. കഅബയുടെ സമീപത്ത് വെച്ചല്ലേ അബൂജഹിൽ പ്രാർത്ഥിച്ചത്. ആ കഅബക്കകത്ത് അന്ന് ധാരാളക്കണക്കിന് വിഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കഅബക്കകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം അന്നുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹം അന്നുണ്ട്. അങ്ങനെ ധാരാളം വിഗ്രഹങ്ങൾ ആ കഅബയുടെ സമീപത്തും പരിസരങ്ങളിലും അകത്തുമൊക്കെയായിട്ടുണ്ട്. എന്നിട്ടും അവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ പോലും അബൂജഹിൽ അള്ളാനോടാണ് ദുആ ചെയ്യുന്നത്. കാരണം അവന്റെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട്, പ്രയാസം വരുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ അള്ളയല്ലാതെയില്ല. അതുകൊണ്ടാണ് അറേബ്യൻ മുശ്രിക്കുകൾ പോലും കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് സമുദ്രത്തിൽ വെച്ച്, കടലിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന ഘട്ടം വന്നാൽ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. തിരമാലകൾ അവരെ വന്ന് ആവരണം ചെയ്താൽ അവരതാ വിളിക്കുന്നു, അള്ളാനെ വിളിക്കുന്നു. കരയിൽ വെച്ച് മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന അബൂജഹിലും അനുയായികളും അതാ കടലിൽ അതാ പ്രയാസം വന്നു കഴിഞ്ഞാൽ അള്ളാനോട് ദുആ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ മുഖ്യ ശത്രുവായ അബൂജഹിലും അവന്റെ അനുയായികളും അള്ളാനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന കക്ഷികളല്ല. അവര് അള്ളാനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കടലിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ബദരീങ്ങളും അവരും തമ്മിലുള്ള മുഖ്യമായ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം എന്താണ്? ബദരീങ്ങളും ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ഏത് ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ല പ്രാർത്ഥിച്ചിട്ടില്ല, റബ്ബിന് വേണ്ടിയല്ലാതെ നേർച്ച ചെയ്തിട്ടില്ല, റബ്ബിന് വേണ്ടിയല്ലാതെ അറിവ് നടത്തിയിട്ടില്ല. ആ നിലക്ക് തൗഹീദിന്റെ കറകളഞ്ഞ കൃത്യമായ വിശ്വാസം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു ബദരീങ്ങൾ റളിയല്ലാഹു അൻഹു. അവരുടെ മുഖ്യ ശത്രുവായിരുന്ന അബൂജഹലും അവന്റെ അനുയായികളും അതാ ഈ അഹങ്കാരത്തോടുകൂടി ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവൻ പറഞ്ഞു, അബൂജഹിൽ പറഞ്ഞു, ബദറിൽ പോയേ പറ്റൂ, മുഹമ്മദിനെ തറപറ്റിച്ചേ പറ്റൂ. അതാ ധാരാളക്കണക്കിന് ഒട്ടകങ്ങളെയുമായിട്ട് അവൻ പോവുകയാണ്. ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് അതാ സദ്യയുണ്ടാക്കുകയും മദ്യം പകർന്നു കൊടുക്കുകയും ഡാൻസുകാരികൾ ഡാൻസ് ആടുകയും
അങ്ങനെ എല്ലാ നിലക്കും വിജയം ആഘോഷിച്ചുകൊണ്ടല്ലാതെ ബദറിൽ നിന്ന് ഇനി മടക്കമില്ല എന്ന ധിക്കാരത്തിന്റെ വർത്തമാനവുമായിട്ടാണ് അബൂജഹലും അവന്റെ അനുയായികളും അതാ ബദറിലേക്ക് പുറപ്പെടുന്നത്. അതേ അവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ ബദറിലെത്തിയപ്പോ തലേനാൾ, നാളെ ബദർ, ഇതാ ഇന്നത്തെ തലേനാളത്തെ ദിവസം ബദർ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന നേരത്ത് നിങ്ങൾ ചിന്തിച്ചോ, എന്താണ് രണ്ട് ടെന്റുകളിലെയും അവസ്ഥ? മുസ്ലിമീങ്ങൾ ബദറിന്റെ ഒരു ഭാഗത്ത് ടെന്റടിച്ചിരിക്കുന്നു, മറുകക്ഷിയതാ അപ്പുറത്തും ടെന്റടിച്ചിരിക്കുകയാണ്. രണ്ട് തമ്പുകളിലെയും തലേനാളത്തെ രാത്രിയിലെ സ്ഥിതി എത്ര വ്യത്യാസമാണ്. ഒരു ടെന്റിൽ നടക്കുന്നത് എന്താണ്? അബൂജഹലിന്റെ ടെന്റിൽ നടക്കുന്നത് പാട്ട് നടക്കുകയാണ്, കൂത്ത് നടക്കുകയാണ്, ഡാൻസ് നടക്കുകയാണ്. അതുപോലെ തന്നെ സദ്യ വിളമ്പിക്കൊണ്ടവർ കഴിക്കുകയാണ്, കുടിച്ചു കൂത്താടുകയാണ്. അവരുടെ കണ്ണുകൾ മദ്യത്തിന്റെ ലഹരിയിൽ ചുവന്നു തുടുത്തിരിക്കുന്നു. മദാലസമാര് നൃത്തമാടുകയാണ്, ആവേശം കൊള്ളിക്കുന്ന ഗാനങ്ങൾ ചൊല്ലിയിട്ട് നാളത്തെ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ ആണുങ്ങൾക്ക് വീര്യം പകരുകയാണ് അവരുടെ തരുണീമണികൾ. അതേ അവസരത്തിൽ ഇപ്പുറത്തെ നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ടെന്റിലെ സ്ഥിതി എന്താണ്? അവർക്ക് ഉറക്കമില്ല, അവരുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു, അവർ കരയിൽ തന്നെ കരച്ചിൽ തന്നെയാണ്. അള്ളാന്റെ മുമ്പിലതാ സുജൂദിലാണ്, ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്, നിരന്തരമായി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഇതാ നാളെ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങളൊരു കൊച്ചു സംഘമാണല്ലോ റബ്ബേ. നിങ്ങൾ നോക്കൂ, മറ്റേ കക്ഷി 1000-ഓളം വരുമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏറിയാൽ 319 പേരാണുള്ളത്. ആയുധങ്ങളില്ല, വാഹനങ്ങളില്ല, സർവ്വ സൗകര്യങ്ങളും അപ്പുറത്തെ കക്ഷിയുടെ കയ്യിലാണ്. അതേ അവസരത്തിൽ ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഈമാനിന്റെ നിറകുടങ്ങളായ ഈ സഹാബിമാരും റസൂലും പ്രാർത്ഥനയിലാണ്. ആ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിതനായിരിക്കുകയാണ്. ആ അവസരത്തിൽ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു, നബിയെ പ്രയാസപ്പെടേണ്ടതില്ല, അള്ളാന്റെ സഹായം നമുക്ക് കിട്ടും, അള്ളാന്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്പം കഴിഞ്ഞ ബദറിന്റെ ദിവസമായപ്പോഴേക്ക് അള്ളാഹുവിന്റെ സഹായത്തിന്റെ വാഗ്ദത്തം വരികയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആ രംഗത്തെപ്പറ്റി അല്ലാഹു പറയുന്നു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമതാ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുകയാണ്, റബ്ബിനോട് സഹായം ചോദിക്കുകയാണ്. അതാ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ കാണാം, ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്ത ബദർ സഹാബിമാര് എത്ര പട്ടിണിക്കാരാണ്, അവർ എത്ര വലിയ ദുർബലരായ അഥവാ ഭൗതികമായ സൗകര്യങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എത്ര ദുർബലരാണവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത് ഫഹ്മിൽഹും, പടച്ചവനെ മര്യാദക്ക് കാലിൽ ചെരുപ്പ് പോലും ഇടാൻ സൗകര്യമില്ലാത്ത പാവങ്ങളാണ് ഈ എന്റെ കൂടെയുള്ള സഹാബിമാര്. റബ്ബേ, അല്ലാഹുവേ, നീ അവർക്ക് നടക്കാനുള്ള ശേഷി നൽകണേ നാഥാ എന്ന് അതാ ബദരീങ്ങൾക്ക് വേണ്ടി നേതാവ് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുവേ, ആവശ്യമായ വസ്ത്രം പോലും ഉടുക്കാൻ കഴിവില്ലാത്ത ദരിദ്രരാണ് എന്റെ കൂടെയുള്ള സഹാബിമാര്, നീ അവർക്ക് ആവശ്യത്തിന് വസ്ത്രം നൽകണേ അല്ലാഹ്. ബദരീങ്ങൾക്ക് വേണ്ടി നേതാവ് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നഹും ജിയാൾ, അല്ലാഹുവേ, അവർ വിശക്കുന്നവരാണ്, അല്ലാഹുവേ, സൗകര്യം പോലെ ഇഷ്ടം പോലെ അപ്പുറത്തെ കക്ഷിയുടെ പോലെ ഇഷ്ടം പോലെ തിന്നുകുടിക്കാനുള്ളവരല്ല ഞങ്ങൾ, പടച്ചവരെ വിശക്കുന്നവരാണ്, വിശപ്പുള്ളവരാണ്. ഫഅശ്ബിഹും, അല്ലാഹുവേ, നീ അവർക്ക്
അവരുടെ വയറ് നിറക്കണേ, അവരുടെ വിശപ്പ് മാറ്റണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മുസ്ലിം സൈന്യത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സന്ദർഭത്തിലും പടച്ചതമ്പുരാന്റെ തുണയുണ്ടാകും എന്നതിന്റെ തെളിവാണ്. പോർക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ 3 ഇരട്ടി വരുന്ന സംഘത്തെ തുരത്തിയോടിക്കാനും അവരിലെ നേതാക്കന്മാരായ 70ഓളം ആളുകളെ തലയെറുക്കാനും കൊന്നുകളയാനും അത്ര തന്നെ 70ഓളം ആളുകളെ ബന്ധിതരായി പിടിക്കാനും ഈ 319ഓളം വരുന്ന സൈന്യത്തിന് സാധിച്ചത് ആയുധം കയ്യിലുണ്ടായിട്ടല്ല, പണം കയ്യിലുണ്ടായിട്ടല്ല, ഒരു സൗകര്യങ്ങളും ഉണ്ടായിട്ടല്ല. പക്ഷേ അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ഈമാനാണ്, അവർക്ക് തവക്കുലായിരുന്നു. അള്ള ഞങ്ങളെ സഹായിക്കും, കാരണം അവർ അള്ളാനെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അള്ള മതി, അവൻ എത്രയോ എല്ലാം ഏൽപ്പിക്കാൻ പറ്റിയ വക്കീല് തന്നെ. അത് ദുആ ചെയ്ത്, അത് പ്രാർത്ഥിച്ച്, അത് ദിക്റായി സ്വീകരിച്ചുകൊണ്ടാണ് ബദരീങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനകൾ നിരന്തരം റബ്ബിനോടായിരുന്നു. സഹായം പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് കിട്ടിയില്ലേ, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ള സഹായിച്ചില്ലേ. അള്ളാഹുവിന് നമ്മൾ കാണുന്ന പട്ടാളങ്ങളും കാണാത്ത പട്ടാളങ്ങളുമുണ്ട്. നമുക്ക് കാണാനാവാത്ത സൈന്യങ്ങളെ കൊണ്ട് റബ്ബ് സഹായിച്ചില്ലേ. ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും, അള്ള ഉത്തരം കൊടുത്തില്ലേ ബദരീങ്ങൾക്ക്, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം, ഞാൻ നിങ്ങൾക്ക് തുണയേകും. എങ്ങനെ? ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. ബദറിൽ കാണാത്ത ശക്തികൾ ഇറങ്ങി, മലക്കുകൾ ഇറങ്ങി. അള്ളാഹ് അവർക്ക് ഓർഡർ കൊടുക്കുന്നു. മലക്കുകളോട് റബ്ബിന്റെ ഓർഡർ അതാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണതാ? വിശ്വാസികൾക്ക് നല്ല സ്ഥൈര്യം കൊടുക്കാൻ കൂടെ തന്നെ മലക്കുകളുണ്ട്. മറമല്ല, അവരോട് റബ്ബിന്റെ ആഹ്വാനം എന്താണ്? ഫദ്രിബൂ ഫൗഖൽ അനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, പെരടി നോക്കി വെട്ടിക്കോ, കൈവിരലുകൾ ഛേദിച്ചോ. അതാ ആ രൂപത്തിൽ ആളെ കാണാത്ത നിലക്കുള്ള വെട്ടുകൾ നടക്കുന്നു. ശിരസ് കൊയ്യപ്പെടുന്നു, കൈകൾ വിരലുകൾ അതാ മുറിഞ്ഞു തൂങ്ങപ്പെടുന്നു. അല്ലാഹുവിന്റെ അതാ അത്ഭുതകരമായ സഹായം പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. മലക്കുകളെ അള്ള ഇറക്കും എന്ന സന്തോഷ വാർത്ത കൊടുക്കുകയും മലക്കുകളെ ഇറക്കുകയും ചെയ്തെങ്കിലുമൊക്കെ സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നല്ലാതെ വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിന്നല്ലാതെ സഹായമില്ല. പടച്ചവനാണ് സഹായിച്ചു, അള്ള സഹായിച്ചു നമ്മുടെ ബദരീങ്ങളെ. ചില ആളുകൾക്ക് സംശയം, ആരാ ബദരീങ്ങൾ? ചില സാധാരണക്കാരായ ആളുകളൊക്കെ, ചിലരൊക്കെ വിചാരിച്ചത്, ഞാൻ പുതുമ പറയല്ല, ചില ആളുകളൊക്കെ വിചാരിച്ചത് മുഹീദ്ദീൻ ശൈഖ്, മമ്പുറത്തെ തങ്ങള്, പുത്തൻപള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു മഹാന്റെ പേരാണ് ബദരീങ്ങൾ എന്നാണ്. ബദരീങ്ങൾ പാപ്പാന്നാ പറയാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ് ബദരീങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച എത്രയോ സാധാരണക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ, ബദരിയീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ മഹാന്മാരായ നേതാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആ 319ഓളം വരുന്ന ആളുകൾക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ യുദ്ധം കാരണമായിക്കൊണ്ട് ഷഹീദുകളുടെ പദവി ലഭിച്ചവർ 14 ആളുകളാണ്. ആ 14 ആളുകളാണ് ബദർ ശുഹദാക്കൾ എന്നറിയപ്പെടുന്നത്. ആ യുദ്ധത്തിന്റെ ശേഷമാണ് പിറ്റേ കൊല്ലം ഉഹദ് യുദ്ധം നടക്കുന്നത്. ഈ ബദറിൽ പങ്കെടുത്ത ധാരാളം സഹാബിമാര് ഉഹദീങ്ങളുമാണ്, ഉഹദിലും പങ്കെടുത്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തവരായ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ ബദരീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത് ഏതെല്ലാം വിധത്തിലായിരുന്നു? അവര് വിചാരിക്കാത്ത മാർഗത്തിലൂടെ സഹായം കിട്ടി. ഒരിക്കലും അവർ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സഹായം. മാത്രല്ല, എത്രത്തോളം നിങ്ങൾ നോക്കൂ, യുദ്ധത്തിനിറങ്ങുന്നതിന്റെ മുമ്പ് എത്രമാത്രം ടെൻഷൻ ഉണ്ടാകും, എത്രമാത്രം ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടാകും. അതാ തലേന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ,
ആ ഉറക്കത്തിന്റെ ക്ഷീണം പോലും അവരുടെ മുഖത്തും ശരീരത്തിലുമൊന്നുമില്ലാതിരിക്കാവുന്ന നിലക്ക് അതാ പടച്ച റബ്ബ് അത്ഭുതകരമായ നിലക്കുള്ള ഒരു ഉറക്ക് വിശ്വാസികൾക്ക് നൽകുന്നു. ഒരു ചെറിയൊരു മയക്കം, അത്ഭുതകരമായൊരു മയക്കം. ഒരാൾക്ക് സാധിക്കോ യുദ്ധരംഗത്ത് ഉറങ്ങാൻ? പക്ഷേ ബദരീങ്ങൾക്ക് സാധിച്ചു എന്നൊരുറക്കം. നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് നല്ല ക്ഷീണം തോന്നുന്ന നേരത്ത് നമ്മൾ മനസ്സുകൊണ്ട് പറയാറുണ്ട്, ഒരു 5 മിനിറ്റ് ഒന്ന് മയങ്ങിയപ്പോൾ ക്ഷീണം തീരുമായിരുന്നു, നല്ല ഫ്രഷ് ആകുമായിരുന്നു. നിങ്ങൾ നോക്കൂ, അത്ഭുതകരമായ നിലക്കുള്ള ഒരു ഉറക്കല്ലാഹു അവർക്ക് നൽകുകയാണ്. ഫ്രഷായി മനസ്സിനും ശരീരത്തിനും കുളിര് കിട്ടുന്ന നിലക്കതാ തലേനാൾ നല്ലവരും മഴയും കിട്ടുകയാണ്. എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം ബദരീങ്ങൾക്ക് കിട്ടി. ബദർ യുദ്ധത്തിലേക്ക് അവർ വളരെ ഫ്രഷായി ഇറങ്ങുകയാണ്. പോരാട്ടത്തിന്റെ മുമ്പിലേക്ക് അവർ എടുത്ത് ചാടുകയാണ്. എല്ലാം അവർ അള്ളാഹുവിൽ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പടച്ച റബ്ബ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും 14ഓളം ആളുകൾ ഷഹീദുകളാവുകയും ചെയ്തു. അവരാണ് ബദർ ശുഹദാക്കൾ, രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന ആളുകൾ. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലക്കും വിജയം കിട്ടി. ആ ബദരീങ്ങളെ ബദറിൽ പങ്കെടുത്ത മുഴുവൻ സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അവര് നമ്മുടെ നേതാക്കളാണ്, അവര് നമ്മുടെ നായകന്മാരാണ്. അള്ളാന്റെ മാർഗത്തിലേക്ക് പോരാടാൻ മുന്നോട്ട് വന്നിട്ടുള്ള സർവ്വ നേതാക്കളും നമ്മുടെ നേതാക്കൾ തന്നെയാണ്. അവരോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അള്ള സ്നേഹിച്ചവരെ സ്നേഹിക്കൽ നിർബന്ധമാണ്, അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനെയും അള്ള തൃപ്തിപ്പെട്ടവരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ആദർശ രംഗത്തേക്ക് മുൻകടന്ന് വന്ന മുഹാജിറുകളും അൻസാറുകളുമൊക്കെയായ ആളുകൾ അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് അല്ലാഹനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ നിലക്ക് വലിയ സ്ഥാനം കിട്ടിയവരാ ബദരീങ്ങൾ. ഇഅ്മലൂ മാ ശിഅ്തും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്ത സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അത്ര വലിയ സൗഭാഗ്യം കിട്ടിയ നേതാക്കളാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ ഞാൻ സ്നേഹിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ? പ്രിയപ്പെട്ടവരെ, ആവില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതാ ബദർ യുദ്ധം നടന്ന സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോ നമ്മളോട് നിങ്ങൾ ഒരു ബദരീങ്ങളുടെ ആണ്ട് കഴിക്കണം, ഈ ദിവസം നിങ്ങൾ ആചരിക്കണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊരു ബദർ ദിനം ആചരിക്കണം, നിങ്ങളൊരു ബദർ ദിനം എന്ന നിലക്കൊരു ദിവസം ആചരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നമുക്കൊരു ഏറ്റവും വലിയ ബാധ്യതയുണ്ട്. അതെന്താണ്? ബദരീങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ദിവസം കടന്നു വരുമ്പോ അതാ അവർ ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് എന്ന ചരിത്രം പഠിക്കണം. അവരുടെ വഴിത്താര എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിച്ച കക്ഷികൾ ആരെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം, ആദരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം പറയുന്നു, സ്നേഹം വേണം, ആദരവ് വേണം, ബഹുമാനം വേണം. പക്ഷേ ആദരവും സ്നേഹവും ബഹുമാനവുമൊന്നും അതിര് കടന്നിട്ട് ആരാധനയോളം എത്തിപ്പോകരുത്. ഇത് ഇസ്ലാമിന്റെ കണിശമായ തീരുമാനമാണ്. പല വിഭാഗത്തിനും പഴച്ചുപോയത് അവിടെയാണ്. ജൂതന്മാര് പഴച്ചു. എന്തേ കാരണം? ഉസൈറിനെ അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് മക്കളില്ല. അരുതാത്ത സ്ഥാനത്തേക്ക് ഉസൈർ അലൈഹിസ്സലാമിനെ അവർ ഉയർത്തി. ആ സമൂഹത്തിന്റെ റബ്ബിന്റെ ശാപം കിട്ടി. ക്രിസ്ത്യാനികൾ പഴച്ചുപോയി, അവർക്ക് അള്ളാന്റെ ശാപം കിട്ടി. എന്തേ കാരണം? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന ഈസാ നബിയെ, അതുപോലെ തന്നെ മറിയം ബീവിയെ അതാ മനുഷ്യരുടേതായ പദവിയിൽ നിന്നും മാറ്റിയിട്ട് ഇലാഹുകളുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ട് അമിതമായ രൂപത്തിലുള്ള ആദരവും ബഹുമാനവും അതാ ആരാധനയിലേക്ക് അവർ എത്തിച്ചേർത്തപ്പോ പടച്ച തമ്പുരാന്റെ ശാപം നസാറാക്കൾക്കുമുണ്ടായി. നോക്കൂ നിങ്ങൾ,
ലോക ചരിത്രത്തിൽ മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന പാപം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യനും പറയാനുള്ള മറുപടി ഇന്ന ശിർക ലദുൽമുൻ അദീം, വമ്പിച്ച അക്രമം എന്ന് പറയുന്നത് ശിർക്ക് തന്നെയാണ്. ഏറ്റവും വലിയ പാപം ശിർക്കാണ്. ഞാനും നിങ്ങളും എന്നല്ല, ലോകത്തെ എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന ആദ്യ പാപം ശിർക്കാണ്. അതല്ല പൊറുക്കൂല, അതൊരിക്കലും അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞതാണ്. ഒരാൾ ജീവിതമാസകലം ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയാണ്, ഒരു കാലത്തും അവന് മോചനമില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല, അതവനൊരിക്കലും പൊറുക്കൂല. അതല്ലാത്ത ദോഷങ്ങളൊക്കെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പൊറുത്തു കൊടുത്തേക്കും. പക്ഷേ ശിർക്ക് അവനൊരിക്കലും പൊറുക്കുന്നതല്ല. ശിർക്ക് പ്രവൃത്തിയിൽ വിശ്വാസത്തിൽ വന്നുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ശിർക്ക് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സകാത്ത് കൊടുത്തിട്ടും ഹജ്ജിന് പോയിട്ടും കാര്യമില്ല. അപ്പൊ എത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്! അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമത്തിലാണ് ബദരീങ്ങൾ പോരാടിയത്. അത് ഈ രാജ്യത്ത് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബദരീങ്ങൾ പോരാടിയത്. ആ ശിർക്കിനെതിരെയാണ് ബദരീങ്ങൾ രക്തം ചിന്തിയത്. ആ ശിർക്കിനെതിരെയാണ് ബദരീങ്ങൾ ജീവൻ കൊടുത്തത്, സമ്പത്ത് കൊടുത്തത്. ആ ശിർക്ക് ലോകത്ത് തളർത്താനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം ലോകത്ത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം അത് ലോകത്ത് ഉയർന്നു കാണണം, അതിനുവേണ്ടിയാണ് ബദരീങ്ങൾ പോരാടിയത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ, ഈ റമദാനിൽ നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖികളായി തീരാൻ വേണ്ടി. മുത്തഖി എന്ന് പറഞ്ഞാൽ ദോഷബാധ വരാതെ സൂക്ഷിക്കുന്നവനെന്നാണ്. മുത്തഖി ആരാണ്? ദോഷങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്നവൻ, സൂക്ഷ്മതയുള്ളവൻ. ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ കുറിച്ച് സൂക്ഷ്മത വേണ്ടേ? ഏറ്റവും വലിയ ദോഷം ശിർക്കാണ്. ശിർക്കിനെ പറ്റിയുള്ള ചർച്ചയോ ശിർക്കിനെ പറ്റിയുള്ള ആലോചനയോ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക? ഏറ്റവും വലിയ ദോഷം ശിർക്കാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരാതെ നോക്കണ്ടേ? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ആദ്യമായി ശിർക്ക് കടന്നു വന്നത്? ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ലോകത്ത് എങ്ങനെയാണ് ശിർക്ക് തുടക്കം കുറിച്ചത്? നിങ്ങൾ നോക്കൂ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമതാ ധാരാളക്കണക്കിന് തലമുറകൾ ഇങ്ങനെ ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരിൽ 4-5 മഹാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. ആരാണ് ആളുകളെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, സൂറത്ത് നൂഹിലൂടെ പരിചയപ്പെടുത്തുന്നു. വദ്ദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസർ. ഇങ്ങനെ 5 മഹാന്മാരായ ആളുകൾ അതാ ആ തലമുറയിൽ ജീവിച്ചിരുന്നു. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു, അവർ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച മഹാന്മാരായിരുന്നു. അതാ അവരുടെ ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം കൊടുത്തിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾ, ഈ ആളുകളതാ നല്ലവരായ സ്വാലിഹീങ്ങളായ ഈ ആളുകൾ മൗത്തായപ്പോ, അവർ മരണപ്പെട്ടു പോയപ്പോ, അതാ കുറച്ചു കാലം കഴിയുമ്പോ ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കുന്നു. അതെന്താ ചിന്ത? ഇത്ര വലിയ മഹാന്മാരായ 4-5 ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് അവരങ്ങ് മരിച്ച് ഖബറടക്കിക്കഴിഞ്ഞ് വെറുതെ അങ്ങ് വിട്ടാൽ മതിയോ? അവർക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഈ നാട്ടിൽ കാണണ്ടേ? ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ ദുർബോധനം ചിന്തിക്കണം നിങ്ങൾ. ശിർക്ക് വരുന്ന വഴിയാ പറയുന്നത്. ആ ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയപ്പോ ഇബ്ലീസ് പറഞ്ഞു, എന്താണിപ്പോ ഇവരൊന്ന് ഓർമ്മിക്കാൻ, ഇവരെ ഒന്ന് ഓർമ്മ നിലനിൽക്കാൻ എന്താ ഒരു മാർഗം? നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മാർഗം തന്നെ. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാൻ അവരെന്താ ചെയ്തത്? ബിംബുണ്ടാക്കി വെച്ചു. എല്ലായിടത്തും നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരതാ പല നായകന്മാരെയും ഓർക്കാനതാ പല സ്ഥലങ്ങളിലും അവരുടേതായ പ്രത്യേകമായ നിലക്കുള്ള കട്ടൗട്ടുകളും അതുപോലെ തന്നെ പ്രതിമകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതാദ്യപടിയാണ്. നേതാക്കന്മാരെ ഓർക്കാനും ഓർമ്മ നിലനിൽക്കാനും പൂജിക്കാനും ആരാധിക്കാനും ഒന്നുമല്ല.
ഓർമ്മിക്കാനും ആ ഓർമ്മ നിലനിൽക്കാനും വേണ്ടി ആവശ്യമാകുന്ന നിലക്ക് പ്രതിമാ നിർമ്മാണം ഇബ്ലീസ് ആദ്യം കൊടുത്ത ശിർക്കിലേക്കുള്ള ചൂണ്ടുവലകയായത്. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ 5 ആളെ പ്രതിമ ഉണ്ടാക്ക്, വേറൊന്നും വേണ്ട, പൂജിക്കാനും ആരാധിക്കാനും ഒന്നല്ല, ഇവരെങ്ങനെ ഓർമ്മ ഉണ്ടാകണം നമുക്ക്. ഇവരെങ്ങനെ കാണുമ്പോ ഇവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, ഇവരൊക്കെ നല്ല സ്വാലിഹീങ്ങളായിരുന്നു, നമ്മളും അതുപോലെയൊക്കെ ജീവിക്കണം എന്ന ഓർമ്മ കിട്ടാൻ വേണ്ടി മാത്രം 5 ആളുടെ പ്രതിമ ഉണ്ടാക്കാൻ ഇബ്ലീസ് ഉപദേശിച്ചു. ആ നാട്ടിലെ ആളുകൾ വദ്ദിന്റെ പേരിൽ, സുവായിന്റെ പേരിൽ, യഹൂസിന്റെ പേരിൽ, യഴൂഖിന്റെ പേരിൽ, നസറിന്റെ പേരിൽ 5 ബിംബം നാടൊട്ടാകെ ഉണ്ടാക്കി സ്ഥാപിച്ചു. അപ്പൊ ആരാധനയൊന്നും നടന്നില്ല. അവരെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ നേർച്ച വഴിപാടോ സുജൂദോ പൂജയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലൊരു 4-5 ബിംബം അങ്ങനെ കാണാണ്ട്, വേറൊന്നുമില്ല. പലയിടത്തുമായിട്ട് തെരുവിലൊരു 4-5 ബിംബം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് അവന്റെ അടുത്ത വിദ്യ പുറത്തെടുത്തു. അവന്റെ 2ാമത്തെ വിദ്യ എന്താണ്? അവൻ ആ തലമുറയോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ മുമ്പ് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? അവരുടെയൊന്നും വിഗ്രഹങ്ങൾ നാട്ടിൽ കാണാനില്ലല്ലോ. എന്തേ ഒരു 5 ആളെ പ്രതിമ മാത്രം നാട്ടിൽ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇബ്ലീസിന്റെ അടുത്ത സൂത്രം. ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ആലോചിപ്പിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിപ്പിച്ചു. എന്താ ആലോചിപ്പിച്ചത്? ഇവരുടെ മാത്രം വിഗ്രഹം ഉണ്ടാവാൻ എന്താ കാരണം? ഇവരൊക്കെ അള്ളാഹുവിനോട് വലിയ അടുപ്പമുള്ള മഹാന്മാരായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടഭാജനങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹുവിനോട് എന്തും ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നു. നമ്മളോ സാധുക്കള്, പാവങ്ങള്, പാമരജനങ്ങള്. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നത് കൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യണം? ദുആ അള്ളാഹുവിനോട് മാത്രം നടത്തുന്നതിന് പകരം ഈ നേതാക്കളോട് നടത്തിക്കോളൂ, അവരോട് പറഞ്ഞോളൂ, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ, അവരെ പൂജിച്ചോളൂ, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കോളൂ. അങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയാൽ ഈ നേതാക്കന്മാര് അള്ളാഹുവിനോട് ഇതാ നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞിട്ട്, ശുപാർശ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ്. ഇബ്ലീസിന്റെ 2ാമത്തെ വിദ്യ തികച്ചും വിജയിച്ചു, ശരിക്കും വിജയിച്ചു. മുൻ തലമുറ ആരാധിച്ചിരുന്നിട്ടില്ലാത്ത ഈ പ്രതിമകൾ പിറ്റേ തലമുറ ആരാധന തുടങ്ങി. അവരെന്താ ന്യായം പറഞ്ഞത്? ഈ വിഗ്രഹങ്ങളാണോ ആകാശഭൂമികൾ പടച്ചത്, മഴ തരുന്നത്, സൃഷ്ടിച്ചത്, സംഹരിക്കുന്നത് ഇവരാണോ? അതല്ല, മറിച്ച് ഇവരെ പൂജിക്കുന്നത് എന്തിനാണ്? ഏത് കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകൾ പറയുന്ന വാദം മാ നഅ്ബുദുഹും, അതാ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതായി ഖുർആൻ ശരീഫ് പറയുന്നു. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവരെ പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഇവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഇവരടുപ്പിച്ചോളൂ അള്ളാഹുവിലേക്ക്, നമുക്ക് നേരിട്ട് അടുക്കാൻ കഴിയൂല. നമ്മളെ നാട്ടിലൊക്കെ ഏതാ ചില ആളുകൾ ഇപ്പോഴും പറയുന്നു, അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് മഹാന്മാരോട് ചോദിക്കലാണ്, ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് മഹാന്മാരോട് ചോദിക്കലാണ്. അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, പക്ഷേ കുറച്ച് വൈകും. മഹാന്മാരോട് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. അതിന് ഉദാഹരണം പലതും പറയുന്നു. അതാ ആധുനികമായിട്ട് പറയപ്പെട്ട ഒരു ഉദാഹരണം കേൾക്കണോ? ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം ഒരാൾ പറയുകയാണ്, അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, മഹാന്മാരോട് ചോദിച്ചാലും ഉത്തരം കിട്ടും, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഒന്നിന് സ്പീഡ് കൂടും, മറ്റേത് കുറച്ച് സ്പീഡ് കുറയും. ഒന്ന് KSRTCയിലൊക്കെ പോയാലും നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ KSRTCയിലും പോകാം, സ്പീഡ് സൂപ്പർ ഫാസ്റ്റിലും പോകാം, അല്ലെങ്കിൽ വല്ല സ്പീഡിലുള്ള വേറെ ഏതെങ്കിലും കാറിലൊക്കെ പോകാം, അല്ലേ? 2 മാർഗമുണ്ട്. അപ്പോ അള്ളാഹ് KSRTCയിൽ പോയാൽ അങ്ങനെ പതുക്കെ ഇങ്ങനെ അവനാമ്പടിക്കൊക്കെ നിർത്തി ഇങ്ങനെ കുറെ കഴിഞ്ഞ് വേണം വേണ്ടാച്ചിട്ട് പോയി കോഴിക്കോടെത്തും. അതേ അവസരത്തിൽ സൂപ്പർ ഫാസ്റ്റിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീഡുള്ള വലിയ മുന്തിയ വാഹനത്തിലോ ആണ് കയറിയാലോ എത്രയോ സമയത്തിന്റെ മുമ്പേ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തിയിരിക്കും. ഈ ഉദാഹരണം പറഞ്ഞിട്ട് അയാൾ പറയാണ്, അള്ളാഹിനോട് തേടുമ്പോ KSRTCയോട് പോകും പോലെ, അള്ളാഹിനോട് തേടുമ്പോഴേ KSRTC പോകും പോലെ കിട്ടിയെങ്കിൽ
എത്തിയെങ്കിൽ എത്തി. ഇനി വല്ല കട്ടയിലും ഡിപ്പോയിലൊക്കെ കയറ്റിടേണ്ടി വന്നാൽ ചിലപ്പോൾ കയറ്റിടേണ്ടി വരും. ആ കോലത്തിൽ അതിങ്ങനെ പതുക്കെ. മറ്റേതോ സൂപ്പർ ഫാസ്റ്റിൽ അല്ലെങ്കിൽ സ്പീഡുള്ള വാഹനത്തിൽ പോയാൽ പെട്ടെന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബദരീങ്ങളുടെ ഓർമ്മ വരുന്ന ഈ നേരത്ത് ബദരീങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, ഈ വിശ്വാസക്കാര് ബദരീങ്ങളുടെ ശത്രുക്കളല്ലേ? ഈ വിശ്വാസവും പേറി നടക്കുന്ന ആളുകൾ ബദരീങ്ങളുടെ ശത്രുക്കളോ മിത്രങ്ങളോ? അള്ളാനോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണെന്ന് ഈ ലോകത്ത് പഠിപ്പിച്ചത് ആദ്യമായിട്ട് ഇബ്ലീസല്ലേ? അതാ നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയോട് നിങ്ങൾ അള്ളാനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല, ഈ മഹാത്മാക്കളോട് ചോദിച്ചോളൂ, ഇവര് മുഖേനയാണ് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോകത്തതാ ആദ്യമായിട്ട് സൃഷ്ടിപൂജക്ക് ഉദ്ഘാടനം നടത്തുന്നു. ആ ഘട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് നബിയായി കൊണ്ടുവരുന്നു. മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കണം, മുസ്ലിമീങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. നൂഹ് നബി ഈ ലോകത്തേക്ക് നബിയായി അയക്കപ്പെടാനുള്ള കാരണം എന്താ? ഇവിടെ വ്യഭിചാരം മൂത്തതായിരുന്നില്ല, മദ്യപാനം മൂത്തതായിരുന്നില്ല, കൊലപാതകം മൂത്തതായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് നിയുക്തനാകാനുള്ള കാരണം ഈ ലോകത്തതാ മുമ്പില്ലാത്ത ഒരു വലിയ പാപത്തിന് തുടക്കം കുറിക്കപ്പെട്ടു പോയി. അള്ളാഹുവിനോട് മാത്രം ഉയരേണ്ടുന്ന പ്രാർത്ഥനകൾ സൃഷ്ടികളിലേക്ക് തിരിക്കപ്പെടുന്ന ദുരന്തമുണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ടതാ ആ നാട്ടിലതാ 1 2 നൂറ്റാണ്ടുകളല്ല ദഅവത്ത് നടത്തുന്നത്. فلبث فيهم 1000 سنة إلا 50 عاما. ആ സമൂഹത്തിലതാ 950 കൊല്ലത്തോളം മഹാനവറുകൾ ദഅവത്ത് നടത്തി ജീവിക്കുന്നു. 950 കൊല്ലം. ഞാനും നിങ്ങളൊക്കെ ഒരാളോട് ഒരിക്കൽ വയന്ന് പറയും, ഒരിക്കൽ ഉപദേശിക്കും, കേൾക്കണില്ലെങ്കിൽ അയാളെ പാട്ടിന് വോട്ടേറി അല്ലേ? ഒരാളെ ഉപദേശിച്ചു നോക്കും, ഒരു CD കൊടുക്കും, മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, ശിർക്ക് ചെയ്യല്ലേ, വിദഅത്ത് ചെയ്യല്ലേ, തെറ്റ് ചെയ്യല്ലേ, ഹറാമ് ചെയ്യല്ലേ, കുറച്ചൊക്കെ പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ നമ്മൾ അയാൾ ഒഴിവാക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ നിരാശയില്ലാതെ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, രാവും പകലും വ്യത്യാസമില്ലാതെ റബ്ബേ ഞാൻ എന്റെ ജനങ്ങളെ ക്ഷണിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചല്ലോ, പക്ഷേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, വിരണ്ടോട്ടമല്ലാതെ മറ്റൊന്നും എന്റെ വിളി അവരിൽ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. നൂഹ് നബി പറഞ്ഞൊന്നും കേൾക്കാൻ ആളെ കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ ആൾക്കാരെ കിട്ടിയുള്ളൂ. കുറഞ്ഞ ആൾക്കാർ, ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആൾക്കാരെ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. നമ്മൾ മനസ്സിലാക്കണം, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് കിട്ടിയത്. ചില ആൾക്കാർ പറയും, നിങ്ങളെ വയലുകൊണ്ട് ആൾക്കാർ നന്നാവില്ല, നാട് നന്നാവില്ല, കാരണം നിങ്ങൾ വിമർശനല്ലേ, നിങ്ങൾ വെറും വിമർശനല്ലേ, എല്ലാവർക്കും അംഗീകരിക്കാവുന്ന നല്ല തഖ്വ ഇറ്റി വീഴുന്ന കാര്യങ്ങൾ പറഞ്ഞൂടെ? അതല്ലേ നല്ലത്? അതുകൊണ്ടല്ലേ ജനസമ്മതി കിട്ടൂ, അതുകൊണ്ടല്ലേ ആളുകളെ ആകർഷിക്കാൻ പറ്റൂ. ആ നയവുമായി ഇരുന്നിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടാകുമായിരുന്നോ സഹോദരാ? ജനങ്ങളുടെ മുഖം നോക്കിയിട്ട് അവർക്കിഷ്ടമുള്ളത് മാത്രം സംസാരിച്ചവരായിരുന്നു മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളുമെങ്കിൽ ഈ ലോകത്ത് ഇസ്ലാം കെട്ടുകെട്ടി പോകേണ്ടി വരുമായിരുന്നു. ഒരൊറ്റ നബിയും പിറന്ന നാട്ടിൽ ജീവിച്ച് മരിച്ചിട്ടില്ല. പല നബിമാർക്കും അതിന് സാധിച്ചിട്ടില്ല. കാരണം അവർ ജനങ്ങൾക്ക് പറ്റാത്തത് പറഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നവരായിരുന്നു. പല അമ്പിയാക്കളെയും ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിച്ചിട്ട് വധിച്ചിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാരെ കൊലക്കത്തിക്കിരയാക്കിയിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാർ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ജനങ്ങൾക്കിഷ്ടമുള്ള വിഷയം മാത്രം സംസാരിക്കാൻ നിന്നാൽ എന്തിന് പ്രിയപ്പെട്ടവരെ അവരിത്രമാത്രം പീഡനത്തിനിരയായി? അപ്പൊ ചിന്തിച്ചോ, സത്യം പറയുന്നിടത്ത് ആള് കുറയും. എത്ര നയത്തിലും മയത്തിലൊക്കെ പ്രസംഗിച്ചാലും ദഅവത്ത് നടത്തിയാലും ജനങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലക്ക് വിഷയങ്ങളങ്ങ് അവതരിപ്പിച്ചാൽ ജനം വെറുക്കും, അനുകൂലികൾ കുറയും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
പടച്ചവന്റെ കാവലുള്ള പ്രബോധകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം തുടർച്ചയായിട്ട് ദഅവത്തും നടത്തി. എന്നിട്ടും അതാ ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെയല്ലാതെ മഹാനായ നൂഹ് നബിക്ക് കിട്ടിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് അത്രയെങ്കിലും ആളെ കിട്ടിയില്ലേ? മഹാനായ നമ്മുടെ നേതാവ്, ബദരീങ്ങളെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ മഹ്ശറിൽ വരുമ്പോ ചില നബിമാര് വരും, അവരുടെ കൂടെ 2 ആളുണ്ടാകും. ചില നബിമാരുടെ കൂടെ 4 പേര്, ചില നബിമാരുടെ കൂടെ 10 പേര്. ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് ഞാനാണ് വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു അനുയായിയെ പോലും കിട്ടാത്ത നബിയും നാളെ പരലോകത്ത് വരും കേട്ടോ. നബിമാരുടെ കുഴപ്പമല്ലല്ലോ, നബിമാരുടെ പ്രബോധന ശൈലി മോശമായതുകൊണ്ടാണോ? ഹിദായത്ത് അള്ളയാണ് കൊടുക്കേണ്ടത്. ഏത് നബിയാണെങ്കിലും ആ നബിയുടെ അനുയായികൾക്ക് ഹിദായത്ത് കൊടുക്കേണ്ടത് അള്ളയാണ്. ഒരു നബി വിചാരിച്ചാൽ പോലും ഒരാളെ നന്നാക്കാനാവില്ലല്ലോ. അബൂതാലിബ് എന്ന് പറയുന്ന പിതൃവ്യനെ പോലും നന്നാകണമെന്ന് അള്ളാന്റെ റസൂൽ ആഗ്രഹിച്ചിട്ട് നന്നാകാതെ കാഫിറായിട്ടല്ലേ അബൂതാലിബ് മരിച്ചുപോയത്. അള്ളാഹു ആയത്തുമിറക്കിയില്ലേ, നീ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹ് എത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. റബ്ബ് നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥമായ ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു, അകത്ത് പ്രാർത്ഥിക്കുന്നു, പുറത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ നിലനിർത്തേണ്ടത് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, ആ ജനതയിലുണ്ടായ ശിർക്ക് എന്താണ്? അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ വദ്ദിനെ പ്രാർത്ഥിച്ചു, സുവായിനെ പ്രാർത്ഥിച്ചു, യഹൂസിനോട് പ്രാർത്ഥിച്ചു, യഴൂഖിനോട് പ്രാർത്ഥിച്ചു, നസറിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്കത് ആരാധനകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ശരിയാക്കാനും അവരെ നേരിന്റെ പാതയിലേക്ക് നയിക്കാനും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കൂ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനുമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു റസൂല് തന്നെ. എത്രമാത്രം ആത്മാർത്ഥമായിക്കൊണ്ട് നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞിട്ടും ചുരുങ്ങിയ ആളുകളല്ലാതെ കിട്ടിയില്ലല്ലോ. അവസാനമതാ ഒരു നിലക്കും ഈ ജനത നന്നാവില്ലെന്ന് വന്നപ്പോ മനസ്സ് പൊട്ടിക്കൊണ്ട് നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, ഇനി ഒരു ഫാജിറിനെയും വിട്ടേക്കല്ലോ. മനസ്സറിഞ്ഞ് റബ്ബിനോടങ്ങ് തേടിയപ്പോ അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. വാനലോകത്ത് നിന്നതാ വെള്ളം വർഷിക്കുന്നു, ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടുകയാണ്, ശക്തമായ പ്രളയമുണ്ടായിട്ട് അതാ നൂഹ് അലൈഹിസ്സലാമും വിശ്വാസികളും മാത്രം കപ്പലിൽ രക്ഷപ്പെടുകയും മറ്റുള്ളവരെല്ലാം എല്ലാവരെയും റബ്ബങ്ങ് മുക്കിക്കൊല്ലുന്നു. തൗഹീദിന്റെ വിജയം, ശിർക്കിന്റെ പരാജയം അന്നവിടെ നടന്നു. പിന്നെ ലോകത്ത് മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ശുദ്ധ മുവഹിദുകൾ കപ്പൽ ജൂദി പർവ്വതത്തിൽ ഇറങ്ങി. വിശ്വാസികൾ നിർഭയരായി പുറത്തുവരുന്നു, അവരുടെ തലമുറ ജീവിച്ചു, ശുദ്ധന്മാരായ ആളുകളാണ്. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ പിന്നെയും ജനങ്ങളിൽ പ്രശ്നം വരാൻ തുടങ്ങി, പിന്നെയും ആളുകളിൽ പഴയ സ്വഭാവങ്ങൾ മുളവട്ടാൻ തുടങ്ങി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം വന്നു, അതുപോലെ തന്നെ പല പ്രവാചകന്മാരുടെയും കാലം വന്നു. ഒട്ടേറെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ വന്നപ്പോ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചുള്ള വീക്ഷണങ്ങളിൽ വ്യത്യാസങ്ങൾ പിന്നെയും കണ്ടു തുടങ്ങി. അങ്ങനെ യഹൂദികൾ എന്തു ചെയ്തു? ഉസൈർ എന്ന് പറയുന്ന നല്ലവനായ മനുഷ്യനെ അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ക്രിസ്ത്യാനികൾ എന്തു ചെയ്തു? ഈസാ അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ഇതൊരിക്കലും പാടില്ലാത്തതാണ്. മഹാന്മാരായ ആളുകളെ നിന്ദിക്കാനും പാടില്ല. അവരെ ആദരിച്ച് ആരാധനയുടെ സ്ഥാനത്തേക്ക് ഉയർത്താനും പാടില്ല. രണ്ടിന്റെയും മധ്യേയാണ് ഇസ്ലാം രണ്ടിന്റെയും ഇടക്ക. നിങ്ങൾ നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള 2 വീക്ഷണങ്ങൾ നോക്കൂ. ജൂതന്മാര് ഈസാ നബിയെ നിന്ദിച്ചു. മനസ്സിലാക്കണം, ജൂതന്മാര് ഈസാ നബിയെ നിന്ദിച്ചു. അവരെന്ത് പറഞ്ഞു?
ഈസാ നബി എന്ന് പറയുന്ന മനുഷ്യൻ ജാരസന്താനമാണ്. ജൂതന്മാരുടെ വിശ്വാസമാണ്. ജൂതൻ എന്താ വിശ്വസിക്കുന്നത്? യഹൂദി എന്താ വിശ്വസിക്കുന്നത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജാരസന്താനമാണ്. അവരുടെ ഉമ്മയായ മറിയമോ ഒരു പിഴച്ച പെണ്ണാണ് എന്നാണ് യഹൂദികൾ വിശ്വസിക്കുന്നത്. ലഅനഹുമുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാകട്ടെ. ഈസാ അലൈഹിസ്സലാമിനെയും പ്രിയപ്പെട്ട മാതാവിനെയും നിന്ദിക്കുകയാണ് അവർ ചെയ്തത്. അതേ അവസരത്തിൽ മറ്റേ കക്ഷി എന്താ ചെയ്തത്? അവര് വന്നിച്ച് വലിയ സ്ഥാനത്തേക്ക് പൊക്കിയിട്ട് അള്ളാന്റെ സ്ഥാനത്തേക്ക് പൊക്കി. യഹൂദികൾ നിന്ദിച്ചപ്പോ മറ്റൊരു വന്നിച്ചു. എങ്ങനെയാ വന്നിച്ചത്? അവര് പറഞ്ഞു ഈസാ അതന്നെയാണ് അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാന്റെ മകനാണ്. മറിയം ബീവിയോ അതും അള്ളാഹുവിന്റെ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വലിയ സ്ഥാനം നൽകിയിട്ട് അവരോട് പ്രാർത്ഥിക്കാനും അവരെ വിളിച്ചു തേടാനും ഒക്കെയുള്ള അവസ്ഥയിലേക്ക്, അങ്ങനെ വലിയ രൂപത്തിലുള്ള അമിതമായ ഒരു ആരാധനയോളം എത്തുന്ന അമിതമായ ആദരവിലേക്ക് ക്രൈസ്തവ ലോകം മതപ്പതിച്ചു. അവരും പഴച്ചുപോയി. ഇത് രണ്ടിന്റെയും ഇടക്കാണ് മുസ്ലിമീങ്ങൾ നിന്നത്. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയോ മറിയം ബീവിയെയോ നിന്ദിക്കാൻ നിന്നില്ല, നിന്ദിക്കുകയുമില്ല. ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അതേ അവസരത്തിൽ ക്രിസ്ത്യാനി ചെയ്യും പോലെ യേശുവിനോട് പ്രാർത്ഥിക്കൂല, മേരിയോട് പ്രാർത്ഥിക്കൂല. കാരണം ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല, അള്ളാന്റെ സ്ഥാനത്തോളം എത്തുന്നയാളല്ല. അള്ളാന്റെ സ്ഥാനം ലോകത്തൊരു സൃഷ്ടികൾക്കുമില്ല. അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ്. ആ വിശ്വാസം മുസ്ലിമീങ്ങൾക്കുള്ളത്. നോക്കൂ നിങ്ങൾ, മഹാന്മാരെ കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും അത് തുടങ്ങിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക ലിഹാദാ ജമഅതനാ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് നിന്ദിക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അബൂലഹബായിരുന്നു. അങ്ങനെ അവർ റസൂലുള്ളാഹിനെ പല ചീത്തയും പറഞ്ഞു. ഷായിറാണ്, പാട്ടുകാരനാണെന്ന് പറഞ്ഞു. മജ്നൂൻ, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് നിന്ദിക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുന്നവരോട് പോരാട്ടമാണ്, ആദർശ പോരാട്ടമാണ്, ആയുധ പോരാട്ടമല്ല, ആദർശ പോരാട്ടമാണ്. മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഒരിക്കലും നിന്ദിക്കുന്നില്ല. അതേ അവസരത്തിൽ ഒരു കൂട്ടരെന്ത് ചെയ്യുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വിളിച്ചു തേടും പോലെ, മറിയം ബീവിയെ വിളിച്ചു തേടും പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിനെ തന്നെ വിളിച്ചു ദുആ ചെയ്യുന്നു, റസൂലുള്ളാഹിനോട് വിളിച്ചു തേടുന്നു. ഇത് രണ്ടും ഒരുപോലെ അബദ്ധമാണ്. നിന്ദിക്കലും അബദ്ധമാണ്. അള്ളാഹ് കൽപ്പിച്ചിട്ടില്ലാത്ത സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് ആരാധിക്കലും അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടതാ നമ്മുടെയൊക്കെ നാടുകളിലതാ 27-ാം രാവിന് സ്വലാത്ത് മജ്ലിസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനായിക്കൊണ്ട് മാത്രം ഒരു മജ്ലിസ് വിളിച്ചു കൂട്ടുന്ന സമ്പ്രദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, ബദരീങ്ങൾക്ക് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയായിട്ട് മാത്രം ഒരു സദസ്സ് ഒരുമിച്ചു കൂട്ടിയിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത സ്വലാത്തുകൾ ചൊല്ലി കേൾപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ലൈവായിട്ട് ലോകം മുഴുവൻ കാണിക്കുകയും ആ സ്വലാത്തുകൾ ചൊല്ലിപ്പിച്ചിട്ട് ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയും അങ്ങനെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ആ രൂപത്തിലുള്ള പണങ്ങൾ മുഴുവനും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോ ബദരീങ്ങളോട് സ്നേഹമുണ്ടോ മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കലും നമുക്കങ്ങനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന അനുവാദം നൽകിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തികളും ഇങ്ങനെ മദീനയിൽ കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലതാ ലോകത്തെ മുഴുവൻ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് പോലും.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതെത്ര പഴച്ച വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും ഹാജരാകുന്നു എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് നമ്മൾ വിളിച്ചാലും നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വരുന്നു എന്നും അള്ളാഹുവിന്റെ റസൂലിനെ ഏതാ മജ്ലിസുകൾ വിളിച്ചു കൂട്ടിയിട്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഖുദ് ബിയൈദീനാ, ഞങ്ങളുടെ കരം പിടിക്കണേ നബിയേ, ഞങ്ങളെ അങ്ങന്ന് കല്ലേ, ഞങ്ങളുടെ പ്രയാസം അങ്ങേക്കറിയില്ലേ, അതുകൊണ്ട് തങ്ങളെ 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 എന്ന് പറഞ്ഞ് ദുന്യാവിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം തരണേ തങ്ങളെ എന്നിങ്ങനെ അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബദർ പോരാട്ടം നടന്ന ഈ നാളുകളിൽ പോലും ബദരീങ്ങളെ വിളിച്ച് തേടുകയാണ്. ബദർ ദിനം ചില ആളുകൾ ആചരിക്കുകയാണ്. ഇതാ ഇന്നത്തെ ദിവസം പല ആളുകളും എന്തു ചെയ്യും? അതാ ബദരീങ്ങൾക്ക് വേണ്ടി അവർ കുറെ ഉരുക്കളെ അറുക്കുന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ പോത്തിനെ നേർച്ചയാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ പോത്തറുക്കുകയാണ്. എന്നിട്ടോ വിഭവസമൃദ്ധമായി സദ്യ ഉണ്ടാക്കിയിട്ട് പള്ളിയിലും മദ്രസയിലും വീടുകളിലുമൊക്കെ വിതരണം ചെയ്യുന്നു. ബദരീങ്ങളുടെ നേർച്ച ഫണ്ടിലേക്ക് സംഭാവന ചോദിക്കുന്നു. ബദരീങ്ങളുടെ പേരിലേക്ക് നേർച്ച ചെയ്യുന്നു. ബദരീങ്ങൾക്ക് വേണ്ടി പോത്തിനെ നേർച്ച, ബദരീങ്ങൾക്ക് വേണ്ടി തേങ്ങ നേർച്ച, ബദരീങ്ങൾക്ക് വേണ്ടി നെല്ല് നേർച്ച, ബദരീങ്ങൾക്ക് വേണ്ടി നാളികേരം അരി നേർച്ച, കാശ് നേർച്ച, ഇങ്ങനെയൊക്കെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ അങ്ങനെ ജീവിച്ചവരാണോ? അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന സ്വഭാവം ആർക്കായിരുന്നു? ബദരീങ്ങൾക്കായിരുന്നുവോ അതോ മുശ്രിക്കീങ്ങൾക്കായിരുന്നുവോ? മുശ്രിക്കീങ്ങളുടെ നേതാവ് അബൂജഹലും അവന്റെ അനുയായികളും, ബദരീങ്ങളുടെ ശത്രുക്കളായ ഈ അനുയായികൾ അവരെന്തു ചെയ്തു? അള്ളാഹ്ക്ക് നേർച്ച ചെയ്തിരുന്നത് പോലെ അവരുടെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും അവരുടെ മൃഗസമ്പത്തിൽ നിന്നുമൊക്കെ ഒരു വിഹിതമതാ അള്ളാഹ്ക്ക് നീക്കിവെക്കും പോലെ അവര് വിശ്വസിക്കുന്ന ചില പങ്കാളികളുണ്ട് അള്ളാഹ്ക്ക്. ആ പങ്കാളികൾക്കും വേണ്ടി നേർച്ചയാക്കി മാറ്റിവെച്ചിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമല്ല, സൃഷ്ടികൾക്ക് വേണ്ടിയും നേർച്ച ചെയ്യൽ ബദരീങ്ങളുടെ ശത്രുക്കളുടെ സ്വഭാവമായിരുന്നു. ബദരീങ്ങളാവട്ടെ, അവര് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ മൃഗത്തെ നേർച്ചയാക്കിയവരല്ല, ധാന്യം നേർച്ചയാക്കിയവരല്ല, സമ്പത്ത് നേർച്ചയാക്കിയവരല്ല. അതുകൊണ്ട് ബദരീങ്ങളോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടത് നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ. ആ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അതാ വീടിന്റെ വാതിൽക്കൽ അസ്മാഉൽ ബദരീൻ എഴുതി തൂക്കുകയാണ്. അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനതാ ബദരീങ്ങളുടെ പേരെഴുതി കെട്ടിയ ഉറുക്ക് കൈത്തണ്ടയിൽ അണിയുകയാണ്, അരയിൽ അണിയുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിലതാ കഴുത്തില്ലതാ നൂലണിയുകയാണ്. അങ്ങനെ ബദരീങ്ങൾ സഹായിക്കും. എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്തവർ ഉത്തരം ചെയ്യുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മാലകളാണ് ഇന്നത്തെ ദിവസം അതാ ആളുകൾ പലരും പാരായണം ചെയ്യുന്നത്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ! ഇന്നാളുകൾ പാരായണം ചെയ്യുന്ന ബദർ മാല എന്ന് പറയുന്ന മാല പല ആളുകളെയും പുകഴ്ത്താനെന്ന പേരിലാണ് മാലപ്പാട്ടുകൾ കെട്ടിയുണ്ടാക്കുന്നത്. ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്ന പേരിൽ, ബദരീങ്ങളെ ആദരിക്കാൻ എന്ന പേരിൽ കെട്ടിയുണ്ടാക്കിയ ബദർ മാലയിലെ ഒരു വരി നിങ്ങളെ കേൾപ്പിക്കട്ടെ, ചില ഭാഗങ്ങൾ. തിരപ്പെട്ട എല്ലാ ബലാലും മുസീബത്തും തെരിയാടുക്കുന്ന നേരത്തിലൊക്കെയും ബിരിദർ സഹാബികൾ പേര് പറഞ്ഞാലും ബിരിദത്തോടെ എഴുതി ചുമന്നാലും ഇരവും പകലും ഈ ഏതൊരു നേരത്തും എല്ലാ തലത്തിലും ഹാളിറാകുന്നവർ. ഈ ലോകത്ത് ദുന്യാവിൽ നീ ഏത് സ്ഥലത്ത് വെച്ച് ഇരവും പകലും ഏതൊരു നേരത്ത് ഏത് സ്ഥലത്ത് വെച്ച് യാ ബദരീ, ബദരീങ്ങളെ എന്ന് നീ വിളിച്ചാൽ ഹാളിറാകുന്നവർ, അവരവിടെ വിളിപ്പുറത്ത് ഹാജരാകുന്നതാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ചിന്തിക്ക്. ഇതൊരു ഗ്രൂപ്പിസം പറയല്ല, ഇതൊരു പാർട്ടി പക്ഷപാതിത്തല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തെ, ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ? ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ? വിളിച്ചാൽ വിളിപ്പുറത്ത് ബദരീങ്ങൾ എത്തിച്ചേരും നമ്മെ സഹായിക്കാനെന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നം നിനക്കുണ്ടോ നീ അവരെ പേര് വിളിച്ചാൽ മതി, എല്ലാ തലത്തിലും ഹാളിറാകുന്നവർ, എല്ലാ സ്ഥലത്തും അവർ ഹാളിറാകും. ഒരു പ്രശ്നത്തിനും പിന്നെ അള്ളാനെ വിളിക്കണ്ടയില്ലല്ലോ. മറ്റൊരു പറഞ്ഞു കൊടുക്കും ചെയ്തില്ലേ, KSRTCയും സൂപ്പർ സ്റ്റാർ ബെൻസ് കാറും. ഉദാഹരണമല്ലേ ജനങ്ങളുടെ മനസ്സിലുള്ളത്? ഇനി നോക്കൂ, അള്ളാന്റെ റസൂല് നേരത്തെ ദുആ ചെയ്ത ദുആ നിങ്ങൾ കേട്ടില്ലേ?
ബദരീങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ എന്താ തേടിയത്? പടച്ചവനെ, പാവങ്ങളാണ്, വിശക്കുന്ന ബദരീങ്ങളാണ്, നീ ഭക്ഷണം കൊടുക്കണം. പടച്ചവനെ, യഥാർത്ഥമായ നിലക്ക് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്തവരാണ്, നീ വസ്ത്രം നൽകണം. ചെരുപ്പണിയാൻ കഴിവില്ലാത്ത ദരിദ്രരാണ്, നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്ത ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെപ്പറ്റി ഇനി എന്താ വിശ്വാസം? ദാഹം വീശപ്പോ കൊടുമാ തളർച്ചയോ, തടിയിൽ മാറവോ ജിൻ ശൈത്താൻ ചതിയാലോ, ദേഹം വാലഞ്ഞോനി പേരീനെ ചൊല്ലുകിൽ തീരും മൂനമേ ശിഫയാകുമെന്നോവർ. ബദരീങ്ങളെ വിളിച്ചാൽ എന്ത് ദാഹമുണ്ടോ, വിശപ്പുണ്ടോ, കൊടുമയുള്ള തളർച്ചയുണ്ടോ, തടിയിൽ രോഗമുണ്ടോ, ജിന്നിന്റെയും ശൈത്താന്റെയും ചതിയുണ്ടോ, ഏതെങ്കിലും കാരണത്താൽ ദേഹം വലഞ്ഞവൻ ഈ പേരിനെ ചൊല്ലുകിൽ ബദരീങ്ങളെ വിളിച്ചാൽ മതി, തീരും മുനം മുമ്പേ ശിഫയാകുമെന്നോവർ. ശിഫ കൊടുക്കും. പേര് വിളിക്കുമ്പോഴേക്ക് രോഗം മാറും, രോഗം മാറും. തീർന്നില്ല, ബദരീങ്ങൾ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബകൾ ആണവില്ല എന്നോവർ. ബദരീങ്ങളുടെ പേരുച്ചരിക്കുന്നവർക്ക് ഒരു രോഗവും വരില്ല. മഹാന്മാരായ ബദരീങ്ങളിൽ പലരും പല രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. അവര് പലരും രോഗികളായിരുന്നു, അവര് പലരും വിശപ്പ് സഹിച്ചവരാണ്. മാത്രമല്ല ഇനിയും പറയുന്നു, ഇല്ലാമൂതലും വാലഞ്ഞവൻ ഓതുകിൽ എല്ലാം നിഅമത്തിലാകും അതെന്നോവർ. മുതലില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? ബദരീങ്ങളെ പേരിങ്ങനെ വിളിച്ചാൽ മതി. അല്ലലിമീ ഗന്ധ കാടത്തിലാകപ്പെട്ടോർ അസ്മാവൂരത്താൽ കാടം വീടും എന്നോവർ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ? ബദരീങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി, നിങ്ങളെ കടം വീടും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ചിലര് ബദരീങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച് മൗലൂദ് എന്ന് പറഞ്ഞിട്ട് ബദർ മൗലൂദും ചൊല്ലിയിട്ട് ബദർമാല എന്നും പറഞ്ഞിട്ട് ചൊല്ലുന്ന മാലപ്പാട്ടിൽ ബദരീങ്ങളെക്കുറിച്ചുള്ള വിശ്വാസാണ്. എന്ത് പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ നീ അവരെ പെട്ടെന്ന് വിളിച്ചോ, നീ അവരെ വിളിച്ചോ. യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ, ബദരീങ്ങളെ. ഈ വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ ആളുകളെ ആ വിളിക്ക് പ്രേരിപ്പിച്ചത്. അതാ പെട്ടെന്നതാ ഏത് പ്രശ്നത്തിലും ബദരീങ്ങളെ എന്റെ കുട്ടി, ബദരീങ്ങളെ എന്നെ സഹായിക്കണേ, ബദരീങ്ങളെ ബദരീങ്ങളെ എന്നിങ്ങനെ ബദർ ശുഹദാക്കളെയും ബദരീങ്ങളെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹം, പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ശരിയായ സ്നേഹമല്ല. കാരണം ബദരീങ്ങൾ ഒരിക്കലും ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കാനാണ് ബദരീങ്ങൾ പോരാടിയത്. സ്രഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, സൃഷ്ടിയോട് പ്രാർത്ഥിച്ചുകൂടാ. മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, ഔലിയായിനെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ ഒരാൾ എത്ര വലിയ മഹാനായി ഉയർന്നാലും റബ്ബിന്റെ സ്ഥാനത്തോളം ഉയർത്തരുത്. അത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് പറ്റിപ്പോയത് അവിടെയാണ് കുഴപ്പം. അതുപോലെ തന്നെ പല ജനങ്ങൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ്. പല പഴച്ചുപോയ കക്ഷികൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ്. പലർക്കും പറ്റിപ്പോയ അബദ്ധം എന്താണ്? മഹാന്മാരായ ആളുകളെ സ്നേഹിക്കേണ്ടതിന്റെ അപ്പുറത്തേക്ക് അതാ അള്ള നിരോധിച്ചിട്ടുള്ള പാതയിലൂടെ അള്ള നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരിലോട് ചോദിച്ചുകൊണ്ട് അതാ അവരെ സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങുന്നു. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു ഒരു സ്ഥലത്തുനിന്ന്, അല്ല അപ്പൊ ബദരീങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ നേർച്ചയൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ബദരീങ്ങൾക്ക് വേണ്ടി നമുക്കൊരു യാസീൻ ഓതിക്കൂടെ? ബദരീങ്ങൾക്ക് നമ്മളെ യാസീന് വേണം, ബദരീങ്ങൾക്ക് നമ്മളെ യാസീന് വേണോ? പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു ഹത്തോദ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീനോദ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹോദ. എന്താ ഈ പറയുന്നവന്റെ ഉദ്ദേശം? ഈ പറയുന്നതിന്റെ പിന്നിലെ അപകടം നിങ്ങൾ മനസ്സിലാക്കിയോ? ബദരീങ്ങൾക്ക് യാസീനോരുന്നത് എന്തിനാണ്? ഈ ഓരുന്നവന്റെ ഉദ്ദേശം, ഞാൻ ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീനോദിയാൽ അതാ ബദരീങ്ങൾക്ക് വേണ്ടി ഞാൻ യാസീനോദിയിട്ടുണ്ടെന്ന് ബദരീങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ലക്ഷ്യത്തിനാണോ ഞാൻ ബദരീങ്ങൾക്ക് വേണ്ടി യാസീനോതുന്നത്, വെറുതെ ഒരാൾ ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതൂല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഒന്നുകിൽ ജോലി ശരിയാണം, അതിന് ബദരീങ്ങളെ പേരിലൊരു യാസീൻ. ഒന്നുകിൽ വിസ ശരിയാണം, അതിന് ബദരീങ്ങളെ പേരിലൊരു യാസീൻ. ബദരീങ്ങളെ പേരിലൊരു തേങ്ങ. എന്തേ കാരണം? കുട്ടിക്ക് സുഖല്ല, അന്ന് അസുഖം ശിഫയാകണം. ഓരോ കാര്യത്തിന് വേണ്ടിയാ, ആ കാര്യത്തിന് വേണ്ടിയാണ് ഈ നേർച്ച ചെയ്യുന്നത്.
അങ്ങനെ ഒരാൾക്ക് വേണ്ടി അതാ ആ മഹാന്മാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയാണ്. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർക്ക് നേർച്ച ചെയ്യുന്നത്, അവരെ വിളിച്ചുകൊണ്ട് തേടുന്നത്, അവരെ അതുപോലെ തന്നെ അവരുടെ പേരുകൾ എഴുതി ചുമന്ന് നടക്കുന്നത്, അത് ഉറുക്കാക്കി കൈത്തണ്ടയിലും അരയിലും കെട്ടുന്നത്, അത് തകിടുകളിൽ എഴുതിയിട്ട് ഷോപ്പിലും വാഹനത്തിലുമൊക്കെ വെക്കുന്നത്, ബർക്കത്തിറങ്ങും അവരുടെ പേരിലൂടെ, എല്ലാം അവരിലൂടെ നമുക്ക് അല്ല തല്ലും. അതങ്ങനെ കിട്ടുന്നതാണ് അവരിലൂടെ. അവർക്ക് അതൊക്കെ അല്ല കൊടുത്തിരിക്കുകയാണ് കഴിവ് എന്നാണ്. എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും. നമ്മൾ മനസ്സിലാക്കണം, എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുന്നു, ഉത്തരം ചെയ്യുന്നു, വിളിച്ചവന്റെ മനസ്സറിയുന്നു. ഞാൻ എന്തിനാ വിളിച്ചത് എന്ന് മഹാന്മാർക്ക് അറിയാൻ പോലും. ശൈഖ് ജീലാനിയെ ഞാൻ വിളിച്ചാല്, ബദരീങ്ങളെ വിളിച്ചാല്, അജ്മീർ ഹോജയെ വിളിച്ചാല്, ആരെ വിളിച്ചാലും അവർക്കൊക്കെ എന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. അള്ളാന്റെ വിശേഷണമല്ലേ ഇത്? അള്ളാഹ്ക്കല്ലേ കുപ്പിയകത്തുള്ള എല്ലാത്തിനെയും പോലെ അതാ രഹസ്യപരസ്യ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അള്ളയല്ലേ, എല്ലാം കേൾക്കുന്നവൻ അള്ളയല്ലേ, എല്ലാം കാണുന്നവൻ അള്ളയല്ലേ, എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളയല്ലേ? ആ അള്ളാന്റെ അതേ സ്ഥാനത്തേക്ക് മഹാത്മാക്കളെ നമ്മൾ ഉയർത്തുന്നു. ബദരീങ്ങളെ, മൊയ്‌ദി ശൈഖേ, മമ്പർത്തേ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുത്തരം ചെയ്യും. അവര് കേൾക്കും, അവര് കാണും. പ്രിയപ്പെട്ടവരെ, ലോകത്തങ്ങനെ എല്ലാം കാണുകയും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാതെ ഒരാളുമില്ല. ആ വിശ്വാസത്തിന് വിരുദ്ധമായി അള്ളാഹിനെ പോലെ കാണും കേൾക്കുകയൊക്കെ ചെയ്യുന്ന വേറെയും ആളുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാന്റെ മഹത്വത്തിൽ പങ്കുചേർക്കലാണ്, അവന്റെ ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. അത് നമ്മുടെ വിശ്വാസത്തിൽ കലർന്നിട്ട് നാം അങ്ങനെ അള്ളാഹിനെ പോലെ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കരുതിയിട്ട് നമ്മളവരെ വിളിച്ച് സഹായം ചോദിക്കാൻ നിന്നാൽ അത് വലിയ പാതകം തന്നെ. അത് റബ്ബ് പൊറുക്കൂല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നാം എത്ര ഗൗരവത്തോടെയാണ് ശിർക്കിനെ കാണേണ്ടത് എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബദരീങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൂ, അള്ളാഹ്ക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ, അള്ളാഹുവിന് വേണ്ടി മാത്രം ബലിയർപ്പിക്കൂ, അള്ളാഹിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യൂ, അവന്റെ കഅബാലയം മാത്രം തവാഫ് ചെയ്യൂ. ദർഗകൾ തവാഫ് ചെയ്യുന്ന കാലഘട്ടമാണിത്, ദർഗകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കാലഘട്ടമാണിത്. ദർഗകൾക്ക് സമീപത്ത് തയ്യാറാക്കിയ പ്രത്യേക ബലിക്കല്ലുകളിൽ വെച്ച് നൂറുകണക്കിന് ആടുകളെ ബലി കൊടുക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ലോകമാണിത്. മനസ്സിലാക്കണം. ഉള്ളാളത്തേക്ക് ആടുകളെ നേർച്ചയാക്കിയിട്ട് നൂറുകണക്കിന് ആടുകളെയാണ് ഉള്ളാള് സയ്യിദ് മദനിയുടെ പ്രീതിക്ക് വേണ്ടി അവിടെ ബലിയർപ്പിക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നൂറുകണക്കിന് മൃഗങ്ങളാണ് നമ്മുടെ നാട്ടിലായി ഇന്നത്തെ ബദർ 17 മാസം 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറുത്ത് തള്ളുന്നത്. മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരവസ്ഥയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്. ശിർക്കിൽ നിന്ന് മുക്തമാക്കാൻ, ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നാം നടത്തേണ്ടത്. അതിന് നമ്മൾ കൈമെയ് മറന്നുകൊണ്ട് ആ രംഗത്ത് സഹകാരികളാവേണ്ടതുണ്ട്. അതിന് പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കണം. ഈ മാസം പരിശുദ്ധ ഖുർആന്റെ അവതരണോദ്ഘാടനം നടന്ന മാസമാണ്. ഖുർആൻ നന്നായി പഠിക്കുക, നന്നായി ഖുർആൻ പാരായണം ചെയ്യുക. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നമുക്ക് ഏറ്റവും വലിയ ശുപാർശകനായിക്കൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ വരണം, റമളാൻ വരണം. അതിനുവേണ്ടി തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. അല്ലാഹു അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി ബദരീങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ പാത പിൻപറ്റുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്രയും നേരം നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി ഇത് കേട്ടിരുന്നത്, ഞാൻ പറഞ്ഞത് അല്ലാഹു ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ.
ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്ക് എന്നും നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കാതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പ്രയാസങ്ങളിൽ പെടുത്താതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു എത്ര തന്നെ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പുറത്ത് സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.